നമസ്കാരം. എൻ്റെ കഴിഞ്ഞ മെസ്സേജിൽ ഞാൻ പറഞ്ഞു ആത്മാവ്, നമ്മുടെ ആത്മാവ് എന്താണ്, ആരാണ്? അത് മൂന്നാമതൊരു വ്യക്തിയല്ല, നമ്മുടെ മനസ്സ് തന്നെയാണ്. നമുക്ക് രണ്ട് മനസ്സുണ്ട്, അതിലെ ഉപബോധ മനസ്സ്, ബോധമനസ്സ്. അതിലെ ഉപബോധ മനസ്സാണ് ആത്മാവിന്റെ മനസ്സ്. ബോധ മനസ്സെന്ന് പറയുന്നത് താൽക്കാലികമായി നമ്മൾ ജനിച്ചപ്പോൾ ഉണ്ടായി വന്ന ഒരു മനസ്സാണ്, അത് നശിച്ചു പോകും. അപ്പോൾ ഈ ഉപബോധ മനസ്സ് നമ്മളിലുണ്ട്. ഇത് നമ്മൾ തന്നെയാണ്, നമ്മുടെ മനസ്സ് തന്നെയാണ്. ഇത് രണ്ടും മിക്സായി ഒരേപോലെ കിടപ്പുണ്ട്, നമുക്ക് തിരിച്ചറിയാൻ പാടാണ്. അപ്പോൾ ഒരു ആത്മീയ വളർച്ച നേടിയ ഒരു ആത്മീയ വ്യക്തിക്ക് മാത്രമേ ഇതിനെ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് വരുള്ളൂ. ആ കഴിവ് എത്രത്തോളം നമുക്ക് വരൂ അത്രത്തോളം നമ്മൾ ആത്മീയനായി മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ആത്മാവ് നമ്മളോട് ഇടപെടുന്നത് ഈ ഉപബോധ മനസ്സിലൂടെയാണ്. അപ്പൊ ഈ ഉപബോധ മനസ്സിലൂടെ ആത്മാവ് ഇടപെടുന്നത് അതെങ്ങനെ തിരിച്ചറിയാം, അതിനെക്കുറിച്ചൊക്കെ ഞാൻ കഴിഞ്ഞ മെസ്സേജിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴത്തെ മെസ്സേജിൽ ഞാൻ ബാക്കി കുറച്ച് കാര്യങ്ങൾ കൂടി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ആത്മാവ് നമ്മളടുത്ത് ഇടപെടുമ്പോൾ അത് ആത്മാവിന്റെ വളർച്ച, അല്ലെ ആത്മാവ് എന്തൊക്കെ അറിഞ്ഞു, അതാണ് നമുക്ക് ഇങ്ങോട്ട് പറഞ്ഞു തരുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പൊ ചില വ്യക്തികളൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറഞ്ഞതുപോലെ, സാറ് പറഞ്ഞതുപോലെ കറക്റ്റാണ്, കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുമ്പോൾ എന്റെ ആത്മാവ് എന്നിലൂടെ, ഞാൻ തന്നെ എന്റെ മനസ്സ് തന്നെ എന്നോട് സംസാരിക്കുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, പല കാര്യങ്ങളും എനിക്ക് പറഞ്ഞു തരുന്നിട്ടുണ്ട്. പക്ഷെ എന്റെ മനസ്സ് എന്റേതായ ശബ്ദത്തിലാണ് ഇങ്ങോട്ട് സംസാരിക്കുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലായത്. അപ്പൊ എനിക്കിത് പിടികിട്ടിയില്ല, എനിക്ക് തോന്നുന്നതാണോ അത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ആരോ ഇങ്ങോട്ട് സംസാരിക്കുന്നു. അപ്പൊ ഈ സംസാരിക്കുന്ന കാര്യങ്ങള് ശരിക്കും നീ ശിവനെ പ്രാർത്ഥിക്കണം, മുരുകനെ പ്രാർത്ഥിക്കണം, ഇങ്ങനെയൊക്കെ അകത്തിരുന്നും കൊണ്ട് പറയാറുണ്ട്. ചില മന്ത്രങ്ങൾ പറഞ്ഞു തരാറുണ്ട്. ചിലര് പറയും നീ യേശുവിനെ പ്രാർത്ഥിക്കണം എന്ന്, ആ യേശുവാണ് എല്ലാം എന്നൊക്കെ പറഞ്ഞിരുന്നുണ്ട്. അപ്പൊ ഇത് ആത്മാവ് പറഞ്ഞു തരല്ലേ? അപ്പം അതല്ലേ ശരി? അപ്പൊ അവിടെ സൃഷ്ടാവാ ദൈവം എന്നൊരു സംഭവം എനിക്ക് പറഞ്ഞു തരാത്തെന്ത്, എന്റെ ആത്മാവ് എന്തുകൊണ്ട് അങ്ങനെ എനിക്ക് പറഞ്ഞു തരുന്നില്ല എന്നൊക്കെ ഒന്ന് രണ്ടുപേര് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത് വെച്ചിട്ടാണ് ഇപ്പൊ കുറച്ച് കാര്യങ്ങൾ കൂടി പറയുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം, പല ജന്മങ്ങളിലൂടെ, ഈ മനുഷ്യ ജന്മങ്ങളിലൂടെ വിടാം, നമുക്ക് പഴയ മൃഗങ്ങളും പക്ഷി അത് വിട്, മനുഷ്യ ജന്മങ്ങളിലൂടെ നമ്മൾ സ്വതന്ത്രമായി നിന്ന് പഠിച്ച പല കാര്യങ്ങളും നമ്മുടെ ആത്മാവിനറിയാം. ഈ ജന്മം തന്നിരിക്കുന്നതും ബാക്കി പഠിക്കാനാണ്. അങ്ങനെ പഠിച്ച് പൂർണ്ണതയിലെത്തി ആ സൃഷ്ടാവാൻ ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കി, അതാണ് ശരിക്കുള്ള ദൈവം, അത് എല്ലായിടവും ഉണ്ട്, എന്റെ ഉള്ളിലുമുണ്ട്, അതിനൊരു പ്രത്യേക ഒരു രൂപമോ ഒരു സ്ഥലമോ ഒരു സ്വർഗമോ അങ്ങനെയൊന്നും ഒരു പ്രത്യേക സ്ഥലമൊന്നുമില്ല, അത് സർവ്വവ്യാപിയാണ്, എന്റെ ഉള്ളിലൂടെയും ഈ ദൈവത്തിന് കണക്ഷൻ ഉണ്ട്, ഇത് എന്റെ മനസ്സിലൂടെ, നമ്മുടെ ഉള്ളിലൂടെയാണ് ദൈവം ഇതെല്ലാം തിരിച്ചറിയുന്നത്. ഇങ്ങനെയൊക്കെ ഉള്ള ഈ ശരിക്കും സിമ്പിൾ ആയിട്ടുള്ള ഈ തത്വം പഠിക്കാനാണ് ഇത്രയും കോംപ്ലിക്കേഷൻ ആയിട്ടുള്ള ജന്മങ്ങളെല്ലാം പാസ് ചെയ്ത് വന്നത്. ഇത്രയും കഴിഞ്ഞ് അമ്പലങ്ങളിൽ പോയി, പള്ളിയിൽ പോയി, മനുഷ്യദൈവങ്ങളുടെ പുറകെ പോയി, അവരെ ആരാധിച്ച് ഇവരെ ആരാധിച്ച് അങ്ങോട്ട് ഓടി ഇങ്ങോട്ട് ഓടി, പുണ്യ സ്ഥലങ്ങളിൽ ഓടി അങ്ങോട്ട് ഓടി, ഇങ്ങനെ പലയിടത്തും അലഞ്ഞ് ലാസ്റ്റ് നമ്മൾ മനസ്സിലാക്കുന്ന ആ വലിയൊരു സത്യം എന്ന് പറയുന്നത് ഒരിടത്തും ഓടണ്ടായിരുന്നു, എല്ലാം നമ്മളിലൂടെ തന്നെയായിരുന്നു. നമ്മുടെ ചിന്തകളിലൂടെയും നമ്മുടെ ഓരോ മനസ്സിന്റെ ഓരോ ചലനങ്ങളും വീക്ഷിച്ചാണ് ശരിക്കും സൃഷ്ടാവാ ദൈവം നമുക്കുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു തന്നുകൊണ്ടിരുന്നത്. എങ്ങനെ? മറ്റ് അദൃശക്തികളിലൂടെ ചെയ്തു തന്നുകൊണ്ടിരുന്നത് എന്ന ആ സത്യം തിരിച്ചറിഞ്ഞ് ലജ്ജിതനാകുന്ന ഒരു അവസ്ഥയാണ് ആത്മീയത്തിന്റെ എൻഡ്. അപ്പം നമ്മുടെ ബാക്കിയെല്ലാം കഴിഞ്ഞു, എല്ലാം പഠിച്ച് ലാസ്റ്റ് ഇതിലെത്തി. അപ്പൊ ഇപ്പൊ നമുക്കൊരു ജന്മം നമുക്ക് പലർക്കും കിട്ടിയിട്ടുള്ളത് ഈ സൃഷ്ടാവ ദൈവത്തെ കുറിച്ച് മനസ്സിലാക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സകലമാന ദേവീ ദേവന്മാരെ അല്ലെങ്കിൽ മാലാഖമാരെ അല്ലെങ്കിൽ ദൈവഭൂമിയിൽ അയച്ച അവതാരങ്ങളുടെ പിറകെയുള്ള ഓട്ടങ്ങളെല്ലാം മതിയാക്കിയിട്ട് ആ സൃഷ്ടാവ ദൈവത്തെ തിരിച്ചറിഞ്ഞിട്ട് ആ ദൈവത്തിലേക്ക് മാത്രം എത്തുക എന്ന മനസ്സിലേക്ക് ആരെത്തുന്നു അതറിയാനുള്ളതാണ് ഈ അവസാന മനുഷ്യ ജന്മം നമുക്കുള്ളത്. പലരും അതിലോട്ട് എത്തൂല. പലരും ഈ അവതാര പുരുഷന്മാരിലോട്ടോ, ഇപ്പൊ കൃഷ്ണനിലോട്ടോ അല്ലെങ്കിൽ യേശുവിലോട്ടോ ഇല്ലെങ്കിൽ മറ്റ് പല ദൈവിക ദർശനങ്ങൾ ആയിട്ട് വന്ന നമ്മുടെ യോഗീശ്വരന്മാരിലോട്ടൊക്കെ ആയിരിക്കും പലരുടെയും എൻഡ് വന്ന് നിൽക്കുന്നത്. പലരുടെയും മനസ്സ് അതിൽ അത്രേ എത്തുള്ളൂ. മതി. സൃഷ്ടാവാ ദൈവത്തിലേക്ക് അല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ അൾട്ടിമേറ്റിലേക്ക് അലിഞ്ഞു ചേരുക എന്ന് പറയുന്നത് അപൂർവ ചിലർക്ക് ആ ഭാഗ്യം കിട്ടുള്ളൂ. അവരുടെ മനസ്സ് അവർ പോലും അറിയാത്ത ആ ലെവലിൽ എത്തിയിരിക്കും, അവരുടെ ആത്മാവ് ആ ലെവലിൽ എത്തിയിരിക്കും. അവർ മറ്റ് സകലമായ പരിപാടികളും മതിയാക്കിയിരിക്കും. അതിലോട്ടൊന്നും സംശയമോ ഒരു ചോദ്യമോ ഒന്നും വരൂല. ആ ലെവലിലേക്ക് പാകപ്പെട്ട് എത്തും. ഇത് എങ്ങനെ എത്തും എന്ന് പറഞ്ഞാൽ തന്നെ എത്തുന്നതാണ്. ഈ അറിവ് ലഭിച്ച് നമ്മുടെ മനസ്സ് പാകപ്പെട്ട് തന്നെ വരുന്നതാണ്. ഇപ്പൊ എന്റെ അടുത്ത് പലരും ചോദിക്കുന്നുണ്ട്, സൃഷ്ടാവ ദൈവത്തെയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്, ആ ദൈവത്തെ മാത്രം മതി, എനിക്ക് ആ ദൈവത്തിലോട്ട് എത്തിയാൽ മതി. അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്ക്
ശിവരാത്രി ഉറക്കൊഴിഞ്ഞതിന് കുഴപ്പം വല്ലതും ഉണ്ടോ? ആ ദൈവത്തിന് ദേഷ്യം വല്ലതും തോന്നുന്നു? സൃഷ്ടാവ ദൈവത്തിന് അത് ഇഷ്ടമാണോ? അതോ സൃഷ്ടാവ ദൈവം എന്ന് വിചാരിച്ച് ശിവരാത്രിക്ക് ഇരുന്നാൽ ഉറക്കൊഴിഞ്ഞിരുന്നാൽ എന്ത്? പിന്നെ നമ്മള് കുംഭമേളയ്ക്കൊക്കെ പോകുന്നത് സൃഷ്ടാവ ദൈവത്തിന് കുഴപ്പം വല്ലതും ഉണ്ടോ? എന്റെ ആത്മാവ് അതിലോട്ട് പോവുമോ? ഇങ്ങനെയൊക്കെ പലരും എന്നെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ചിരിയാണ് വരുന്നത്. കാരണം സൃഷ്ടാവ ദൈവത്തിലേക്ക് പോകാൻ പാകപ്പെട്ട മനസ്സിന് ഇങ്ങനെ ഒരു ചോദ്യമേ ചോദിക്കാൻ തോന്നൂല. കാരണം ഇതെല്ലാം കഴിഞ്ഞ് എനിക്ക് അത് മതി, ആ വലുത് മതി, ബാക്കിയൊന്നും നമുക്ക് ഒന്നും ചിന്ത വരൂല. ചെയ്താലെന്ത് ചെയ്തില്ലെന്ത് അതൊന്നും അതൊന്നും പേടിച്ച് അത് സൃഷ്ടാവ ദൈവത്തിലോട്ട് പോകുന്നതിന് എന്റെ ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളെല്ലാം തടസ്സമാവുമോ എന്ന് വിചാരിച്ചാണ് ഇവർ പലരും ചോദിക്കുന്നത്. നിങ്ങൾ ഈ ആഗ്രഹിക്കുന്നത് തന്നെയാണ് സൃഷ്ടാവ ദൈവത്തിലേക്ക് എത്താതിരിക്കാനുള്ള ആ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ആഗ്രഹങ്ങൾ തന്നെയാണ്. ഈ ആഗ്രഹങ്ങളെല്ലാം എന്ന് നിങ്ങളുടെ മനസ്സിൽ നിന്ന് പൂർണ്ണമായി മാറുമോ അപ്പോഴേ നിങ്ങൾക്ക് ആ ദൈവത്തിലോട്ട് എത്തി എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. ഇത് നിങ്ങൾ തന്നെ തീരുമാനിക്കേണ്ട കാര്യമാണ്. അല്ലാതെ ഞാൻ ഇവിടെ ഇരുന്നും കൊണ്ട് ചോദിച്ചെടുത്ത് പറഞ്ഞെടുത്ത് അങ്ങനെയൊന്നും പറഞ്ഞു തരേണ്ട കാര്യമല്ല. നിങ്ങൾ തന്നെ മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾക്ക് വേറെ എല്ലാത്തിനും ഒരു അവജ്ഞത ഇതൊന്നും അല്ല. ഇതെല്ലാം ബാക്കി സാധാരണ ആൾക്കാർക്കുള്ളതാണ്. എനിക്കിതൊന്നും അല്ല. എനിക്ക് ആ ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥ പ്രകാരം ഭൂമിയിൽ അങ്ങ് ജീവിക്കുക, പോസിറ്റീവായി ജീവിക്കുക, ഒരു മനുഷ്യനായി ജീവിക്കുക, എന്റെ ആത്മാവ് ദൈവത്തിലേക്ക് പോവുക, ഇത് മതി. ഇതിന്റെ അപ്പുറത്തുള്ള ബാക്കി ഒന്നും അതൊന്നും എനിക്ക് വേണ്ടല്ല, കഴിഞ്ഞു എന്ന പൂർണ്ണ ബോധം ഉള്ളിൽ വരുമ്പോഴാണ് നമുക്ക് ആ സൃഷ്ടാവാ ദൈവമായിട്ടുള്ളൊരു ബന്ധം വരുന്നത്. ഞാൻ ഇത്രയും പറഞ്ഞത് ഇതാണ് മനുഷ്യജന്മത്തിന്റെ ആ ഒരു പൂർണ്ണത. അപ്പൊ ഈ പൂർണ്ണതയിൽ എത്താൻ വേണ്ടിയിട്ടാണ് എത്രയും ജന്മങ്ങൾ നമുക്ക് നൽകിയത്. അപ്പം മനസ്സിലാക്കണം, കഴിഞ്ഞ ജന്മത്തിൽ നമ്മുടെ ആത്മാവ് പൂർണ്ണത വരാത്തോണ്ടാണ് ഈ ജന്മം നമുക്ക് കിട്ടിയത്. അപ്പം കഴിഞ്ഞ ജന്മത്തിൽ സൃഷ്ടാവ ദൈവത്തെ കുറിച്ച് തിരിച്ചറിയുകയോ അതാണ് എല്ലാത്തിനും ഉപരി എന്ന് മനസ്സിലാക്കി ആ ദൈവത്തെ മാത്രം പ്രാർത്ഥിച്ചും ബാക്കി എല്ലാം ഉപേക്ഷിച്ച ഒരു വ്യക്തിക്ക് അടുത്തൊരു ജന്മം ഇല്ല. കാര്യം കഴിഞ്ഞ ജന്മത്തിലെ മോശം കിട്ടി കഴിയും. അപ്പൊ ഈ ജന്മം തന്നിട്ടെങ്കിൽ വിചാരിച്ചോളണം പലതും ഇനിയും അറിയാനുണ്ട്. അപ്പൊ കഴിഞ്ഞ ജന്മം വരെ നമ്മൾ എന്താണ് പഠിച്ച് ആത്മാവിന് കൊടുത്തത്, ഇതാണ് ആത്മാവ് പഠിച്ചു വെച്ചിരിക്കുന്നത്. ഇപ്പൊ പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ മരിക്കുന്നതിനകത്ത് നിങ്ങൾ എവിടെ വരെ എത്തി? നിങ്ങൾ ആ മുരുകനിലേക്ക് എത്തി. ആ മുരുകൻ എന്ന് പറയുന്നതാണ് ശരിക്കും അതാണ് എന്റെ ദൈവം എന്ന ലെവലിൽ വരെ നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ എത്തിയപ്പോഴായിരിക്കും നിങ്ങൾ വയസ്സായി മരണം സംഭവിച്ചു, അല്ലെങ്കിൽ ശിവനിലേക്ക് എത്തിയപ്പോൾ കുറച്ചുകൂടെ മുകളിലോട്ട് ശിവനിലേക്ക് എത്തി. അപ്പൊ പൂർണ്ണതയിലേക്ക് എത്തിയിട്ടില്ല, ആ ശിവഭാവത്തിലോട്ട് എത്തിയുള്ളൂ. അല്ലെങ്കിൽ ശിവൻ എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു മനുഷ്യ രൂപത്തിലോട്ട് നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ എത്തിക്കാണുള്ളൂ. അപ്പൊ അതേ നിങ്ങൾ ആത്മാവ് പഠിച്ചു വെച്ചിട്ടുള്ളൂ. ഒരിക്കലും ആത്മാവിന് അപ്പുറത്തോട്ട് ഒന്നും പഠിക്കാൻ പറ്റില്ല. പഠിക്കേണ്ടത് എവിടെ? നിങ്ങളിലൂടെയാണ് ആത്മാവ് പഠിക്കുന്നത്. നിങ്ങളുടെ ആത്മാവ് കഴിഞ്ഞ ജന്മത്തിൽ എന്തെല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ടോ, എന്തെല്ലാം മനസ്സിലാക്കി വെച്ചിട്ടുണ്ടോ, ഇതെല്ലാം ഈ ജന്മത്തിൽ ഓർമ്മയുണ്ട്. അത് ആത്മാവ് മറക്കൂല. പക്ഷെ ആത്മാവ് പുതിയ കാര്യങ്ങൾ പഠിക്കണമെങ്കിൽ ഒരിക്കലും അദൃശ്യ ശക്തികൾ അല്ലെങ്കിൽ മറ്റു ശക്തികൾ വന്ന് പുതിയത് പഠിപ്പിക്കില്ല. കാരണം നമ്മുടെ ആത്മാവാണ് അങ്ങോട്ട് ഇടപെട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കുന്നത്. അപ്പൊ നമ്മൾ അറിവിലൂടെ നമ്മൾ തലച്ചോറ് ഉപയോഗിച്ച് ബുദ്ധിപരമായി അന്വേഷിച്ച് എന്താണ് അറിവ്, എന്താണ് സത്യം അല്ലെങ്കിൽ ജ്ഞാനം, ഇത് നമ്മൾ ആ മനസ്സിലാക്കി ആത്മാവിനെ പഠിപ്പിക്കുന്നതാണ് ആത്മാവ് പഠിച്ചു വെച്ചിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ എന്തൊക്കെ മണ്ടത്തരമാണ് പഠിപ്പിച്ചു വെച്ചാലും ആത്മാവ് അത് പഠിച്ചു വെച്ചേക്കും. ആത്മാവിന് അപ്പുറത്ത് അറിഞ്ഞുകൂടാ. നിങ്ങളിലൂടെയാണ് ഇതെല്ലാം പഠിക്കേണ്ടത്. അതിനാണ് നിങ്ങൾക്ക് ജന്മം തന്ന് നിങ്ങൾക്കൊരു ബോധ മനസ്സ് തന്ന് നിങ്ങളെന്നൊരു വ്യക്തിക്ക് അകത്ത് ആത്മാവിനെ ഇട്ടേക്കുന്നത്. നിങ്ങൾ വേണം ആത്മാവിന് പറഞ്ഞ് മനസ്സിലാക്കിച്ചു കൊടുക്കാൻ ഇതാണ് സത്യം. അപ്പൊ നിങ്ങളുടെ ജോലി എന്താണ്? സത്യം അന്വേഷിക്കുക. നിങ്ങളാണ് സത്യം അന്വേഷിക്കുന്നത്. അപ്പൊ നിങ്ങൾ എത്രത്തോളം സത്യം അന്വേഷിച്ച് കണ്ടുപിടിച്ച് കൊടുക്കുമോ അത് ആത്മാവ് അവിടെ എടുത്തുകൊണ്ടേയിരിക്കും. അപ്പൊ കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങളുടെ മരണം വാർദ്ധക്യം വരെ നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച് എത്തിയതാണ് ആത്മാവ് പഠിച്ചു വെച്ചിരിക്കുന്നത്. ഇപ്പോ നിങ്ങൾ പ്രാർത്ഥിക്കാനൊക്കെ ഇരിക്കുമ്പോൾ ആത്മാവ് എന്ത് ചെയ്യും? കഴിഞ്ഞ ജന്മത്തിൽ പഠിച്ചു വെച്ചിരിക്കുന്നതാണ് നിങ്ങൾക്ക് പറഞ്ഞു തരണത്. ശിവനെ സ്തുതിക്ക്, നമ്മളെ വിഷ്ണുവിനെ സ്തുതിക്ക്, അല്ലെങ്കിൽ ശ്രീകൃഷ്ണനെ വിളിക്ക് എന്നൊക്കെ പറഞ്ഞിരുന്നത് ആത്മാവ് അത്രയും പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ജന്മം തന്നേക്കണം എന്തിനാണ്? ഇപ്പൊ എന്നിലൂടെയോ മറ്റു മാധ്യമങ്ങളിലൂടെയോ അതിനപ്പുറത്തത് പഠിക്കാനാണ്. നിങ്ങൾ ഇനി അതിനപ്പുറത്തത് പഠിച്ചിട്ട് ഇതാണ് ശരി, ഇതാണ് കറക്റ്റ് എന്ന് ആത്മാവിനോട് പറഞ്ഞു കൊടുക്ക്. അപ്പൊ ആത്മാവ് അത് പഠിക്കും. എത്രത്തോളം ആത്മാവ് പഠിച്ചെടുക്കുമോ അത്രത്തോളമേ ആത്മാവ് വളരുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങളുടെ ആദ്യമേ പറഞ്ഞത്, നിങ്ങളുടെ ആത്മാക്കൾ നിങ്ങളുടെ ഉള്ളിലിരുന്ന് മുരണ്ട് ഇരിപ്പുണ്ട് അല്ലെങ്കിൽ വളരാതിരിപ്പുണ്ട് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾ സത്യം ഗ്രഹിച്ച് സത്യം അന്വേഷിച്ച് പോസിറ്റീവായി ജീവിച്ച് പുതിയ കാര്യങ്ങൾ ആത്മാവിനോട് പറഞ്ഞു കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ ജീവിച്ച് മുന്നോട്ട് പോകുന്നില്ല. അങ്ങനെ പോകാത്തത് കൊണ്ടാണ് ആത്മാവിന് പുതിയ കാര്യങ്ങൾ അറിയാൻ പറ്റുന്നില്ല. നിങ്ങളിലൂടെ എന്തറിയുന്നു അതേ ആത്മാവിനറിയാവോ? പക്ഷെ ആത്മാവിനറിയാം കഴിഞ്ഞ ജന്മത്തിൽ പഠിച്ചു വെച്ചിരുന്ന കാര്യങ്ങൾ പോലും ഇപ്പോ ഈ ആത്മാവിന് ചെയ്യാനോ പ്രവർത്തിക്കാനോ പറ്റുന്നില്ല. കാരണം ആര്? നിങ്ങൾ തന്നെ. അപ്പൊ നിങ്ങൾ എന്താണ്? ജനിച്ചപ്പോഴേ നിങ്ങൾ
നെഗറ്റീവ് ശക്തികൾ കുരുക്കി ആകപ്പാട് പഴുതിലിട്ട് വെച്ചിരിക്കുന്നത് കൊണ്ട് കഴിഞ്ഞ ജന്മത്തിൽ ഉണ്ടായിരുന്ന ആ ഭക്തിയിൽ പോലും ഈ ജന്മത്തിന് ആത്മാവിന് പോകാൻ പറ്റുന്നില്ല. അതിനപ്പുറത്തോട്ട് പഠിക്കാനാണ് നിങ്ങളകത്ത് ഇരിക്കുന്നുള്ള സത്യം നിങ്ങൾ തിരിച്ചറിയണം. പക്ഷെ കഷ്ടകാലത്തിൽ എന്ത് പറ്റി? നിങ്ങൾ അതിനപ്പുറത്തോട്ടൊന്ന് പഠിപ്പിക്കുന്നത് മാത്രമല്ല, കഴിഞ്ഞ ജന്മത്തിൽ ഈ ആത്മാവ് എത്രത്തോളം പഠിച്ചു വെച്ചിരുന്നു അതുപോലും ചെയ്തു പോകുകയോ ചെയ്യാൻ അനുവദിക്കുകയോ ചെയ്യാതെ നിങ്ങൾ തനി ജഡീകരായി അല്ലെങ്കിൽ ഭൗതിക സുഖത്തിലേക്ക്, മായയിലേക്ക് മുഴുകി വഴുതി വീഴുന്നു കിടക്കുന്നു. ഇതാണ് ഇപ്പോഴത്തെ പലരുടെയും കണ്ടീഷൻ. അപ്പൊ നിങ്ങൾ ഇപ്പോൾ എന്റെ മെസ്സേജ് കേട്ടിട്ട് ധ്യാനിച്ച് അല്ലെങ്കിൽ പ്രാർത്ഥിച്ച് കോൺസെൻട്രേറ്റ് ചെയ്ത് ചില കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങളുടെ ആത്മാവ് കഴിഞ്ഞ ജന്മത്തിൽ എന്തൊക്കെ പഠിച്ചു, എത്രത്തോളം പഠിച്ചു വെച്ചു. അതുകൊണ്ടാണ് പല ആൾക്കാരും എന്നെ വിളിക്കുമ്പോൾ പറയുന്നത്, സ്കൂളിൽ പഠിക്കുമ്പോഴും കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ പല ദർശനങ്ങൾ കാണാറുണ്ടായിരുന്നു, പല പല കാര്യങ്ങൾ സംസാരം ഉണ്ടായിരുന്നു, ഇപ്പൊ അതൊന്നുമില്ല എന്ന് പറയുന്ന അർത്ഥം ഉണ്ടായിരുന്നതും കൂടെ കൂടി ഇപ്പോൾ നശിച്ചു പോയി കിടപ്പുണ്ട്. അപ്പൊ ഇനി നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ആദ്യം ഇരുന്ന് പ്രാർത്ഥിച്ച് ആത്മാവോട് സംസാരിച്ച് ആത്മാവ് നിങ്ങൾക്ക് ഇങ്ങോട്ട് പറഞ്ഞു തരുന്നത് കേട്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതം റെഡിയാക്കി കൊടുത്താൽ കഴിഞ്ഞ ജന്മത്തിൽ ഏത് ലെവലിലെത്തി ആ ലെവലിൽ ഇപ്പോ ഉടനെ എത്തിപ്പറ്റാം. അതിനുശേഷം അടുത്ത കാര്യങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കി. ഇപ്പൊ എന്റെ മെസ്സേജിലൂടെ ഒരുപാട് രഹസ്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിപ്പുണ്ട്. പല പല ആൾക്കാർ പോലും പറയാത്ത പല രഹസ്യങ്ങളും ഇനി അവര് അറിഞ്ഞു വെച്ചിട്ട് മനഃപൂർവ്വം പറയാത്തതാണെന്ന് അറിഞ്ഞുകൂടാ. എനിക്ക് ദൈവം പറഞ്ഞു തരുന്നത് സകലർക്കും കൊടുക്കാനാണ് പറയുന്നത്. അപ്പൊ ദൈവം എനിക്ക് പറഞ്ഞു തരുന്ന അടുത്ത രഹസ്യങ്ങളും വളരെ ലളിതവും സിമ്പിളായിട്ട് ദൈവം എനിക്ക് പറഞ്ഞു തന്നതുപോലെ, കാരണം ഞാൻ വലിയ ആത്മീയ ലെവലിലോ ഇങ്ങനെയുള്ള സംസ്കൃതവും കടിച്ചാൽ പൊട്ടാത്ത വാക്കുകളൊന്നും പഠിച്ചു കിടക്കുന്ന ആളൊന്നും അല്ല. കുട്ടിക്കാലം മുതലേ ഒരു ശക്തി എന്നോട് സംസാരിക്കുമായിരുന്നു. ഒരു വളർച്ച ആയപ്പോഴേക്കും ഞാൻ ചോദിച്ച ചോദ്യങ്ങളുടെ ഉത്തരങ്ങളായിട്ട് എനിക്ക് പലതും പറഞ്ഞു തരികയും പഠിപ്പിക്കുകയും ചെയ്ത കാര്യങ്ങൾ അതേപോലെയാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത്. ഇങ്ങനെ പറഞ്ഞു തരുന്നത് ഈ നശീകരണ കാലഘട്ടം അല്ലെങ്കിൽ ഈ സത്യയുഗം തുടങ്ങുമ്പോൾ ഈ കലിയുഗത്തിന്റെ അവസാനം ദൈവം നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നത് കൊണ്ട് ലളിതമായ രീതിയിൽ നിങ്ങളെ ദൈവം സഹായിക്കുകയാണ്, പഠിപ്പിച്ച് സഹായിക്കുകയാണ് ഇപ്പൊ എന്നിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ പഠിച്ച ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടെ ആത്മാവിന് നിങ്ങൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണം ഈ പുതിയ പുതിയ കാര്യങ്ങൾ, ഇതാണ് ശരി. അപ്പൊ അകത്തിരുന്നങ്ങോട്ട് ആത്മാവ് സന്തോഷിക്കണം, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം ആത്മാവിന് ശരി കേൾക്കുമ്പോൾ തിരിച്ചറിയാൻ പറ്റും. കാര്യം ആത്മാവ് എവിടെയൊക്കെയോ എന്തൊക്കെയോ മനസ്സിലാക്കിയിട്ടൊക്കെ ഇരിക്കുന്ന ആത്മാവാണ്. പക്ഷെ കൂടുതൽ അറിഞ്ഞുകൂടാ. അവർ നിങ്ങൾ ബാക്കി ഇതാണ് ശരി, ഇതാണ് സത്യം, ഇതാണ് കറക്റ്റ് എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കുമ്പോൾ നിങ്ങൾ ആത്മാവാകത്തിരുന്ന് വളർന്നുകൊണ്ടേയിരിക്കും. പക്ഷെ നിങ്ങൾ തെറ്റായ രീതിയിൽ പോയിട്ട് ഇതാണ് ശരി എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആത്മാവാകത്തിന് വളരില്ല. കാര്യം ആത്മാവിനറിയാം എവിടെയോ എന്തോ തെറ്റിക്കിടപ്പോട്ട് ഇതൊന്നും അങ്ങോട്ട് ടാലിയാകുന്നില്ലല്ലോ എന്ന് നിങ്ങൾക്ക് ആത്മാവാകത്തിരുന്ന് പറയും. ഈ പറയുന്നതാണ് നിങ്ങൾക്ക് സംശയമായിട്ട് തോന്നുന്നത്, നിങ്ങൾക്കൊരു തൃപ്തിയില്ലായ്മ തോന്നുന്നത്. കാര്യം നിങ്ങൾ മറ്റു ചില ഗുരുക്കന്മാരിൽ നിന്നോ എവിടെയെങ്കിലൊക്കെ നിങ്ങൾ ചില ക്ലാസ്സിന് പോവുകയോ കുണ്ടലിനി അല്ലെങ്കിൽ യോഗ മറ്റത് അല്ലെങ്കിൽ ചക്ര സുണർത്തൽ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ പലരുടെ ആത്മാവിന് അവിടെ അങ്ങോട്ട് ദഹിക്കുന്നില്ല, ഇതങ്ങോട്ട് കറക്റ്റ് ആകുന്നില്ലല്ലോ, ഇതെങ്ങനെ ടാലിയാകുന്നില്ലല്ലോ, പറയുന്നത് പോലെയൊന്നും അങ്ങോട്ട് ശരിയായി വരുന്നില്ലല്ലോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നണത് നിങ്ങളുടെ ആത്മാവ് നിങ്ങൾക്ക് പറഞ്ഞു തന്നെയാണ്. അയ്യോ ഇതൊന്നും അല്ല, ഇതൊക്കെ തെറ്റിപ്പോട്, ഇത് ഏതൊരു കള്ളൻ എന്തൊക്കെ പറയുന്നതാണെന്ന് നിങ്ങൾ ആത്മാവാതിരുന്ന് പറയുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് സംശയം വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആ മേഖലയിൽ ഒരു തൃപ്തി വരില്ല. പക്ഷെ എന്നിലൂടെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ആത്മാവിന് പൂർണ്ണ തൃപ്തി വരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നണമെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളണം. കഴിഞ്ഞ ജന്മത്തിൽ പഠിച്ചതിന്റെ ബാക്കി ആത്മാവിന് കിട്ടുന്നു എന്ന സന്തോഷത്തിലാൽ ആത്മാവ് പവർഫുള്ളായി വരികയാണ് എന്ന സത്യം തിരിച്ചറിയണം. പക്ഷെ മറ്റു സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ എന്തുകൊണ്ടാണ് ആത്മാവാകത്തിരുന്നുകൊണ്ട് ഡൗട്ട് അടിച്ച് നിൽക്കുന്നതിന്റെ കാരണം കഴിഞ്ഞ ജന്മത്തിൽ പഠിച്ച കാര്യങ്ങൾ പോലും ഈ ജന്മത്തിൽ തെറ്റായ രീതിയിലായിരിക്കും മറ്റൊരു പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആത്മാവിന് നിരാശ വരും. ഈ മണ്ടനായ അവൻ എന്നെ കൊണ്ടുവന്ന് ആവശ്യമില്ലാത്ത സ്ഥലത്ത് പോയി ഉള്ള തെറ്റത്രയും പഠിച്ചു കയറ്റിക്കൊണ്ടിരിക്കുന്നു, എനിക്ക് ഒരു രക്ഷയില്ല, എനിക്ക് വളരാനേ പറ്റണില്ലല്ലോ എന്ന് വിചാരിച്ച് ആത്മാവാകത്തിരുന്ന് വിഷമിക്കുന്നത് കൊണ്ടാണ് പലർക്കും വെറുതെ ഇരിക്കുമ്പോൾ എന്തോ ഒരു വിഷമമകത്ത് എന്താണെന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര വിഷമം എന്നൊക്കെ തോന്നുന്നതിന്റെ കാരണം ആത്മാവിന്റെ വിഷമമാണ്. ഇതൊക്കെ നിങ്ങൾ തിരിച്ചറിയണം. ഇതാണ് ഞാൻ നിങ്ങളത് പറഞ്ഞ ആത്മാവ് നമ്മളോട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എങ്ങനെ എന്ന് പറഞ്ഞു തരുന്നതിന്റെ അടുത്ത പടികളാണ്. ആത്മാവിന് ഭയങ്കരമായ ഒരു വിഷമം നിങ്ങളുടെ ഉള്ളിൽ തോന്നുന്നു. നിങ്ങൾ ചിന്തിക്കും, സാമ്പത്തിക പ്രശ്നം നോക്കുമ്പോൾ അവിടെ നിന്ന് പ്രശ്നമൊന്നുമില്ല, മക്കളുടെ കാര്യത്തിലും ചിന്തിക്കുമ്പോൾ അതുമല്ല വിഷമം, പിന്നെ കുടുംബപരമായിട്ട് വീട്ടുകാരെ അതുമല്ല വിഷമം. പക്ഷെ എന്താണെന്ന് അവിടെ ഭയങ്കര വിഷമം, മനസ്സിനകത്ത് എന്തോ ഒരു വിഷമം, വെറുതെ ഇരുന്ന് കരഞ്ഞാൽ എന്തെന്നൊക്കെ തോന്നണം. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നണമെങ്കിൽ നിങ്ങൾ വിചാരിച്ചു കൊള്ളണം, കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങളുടെ ആത്മാവ് കുറച്ചും കൂടെ പവർഫുള്ളായി പഠിച്ച് ഇരുന്നൊരു ആത്മാവായിരുന്നു. ഈ ജന്മത്തിൽ ഇത്രയും നാളായിട്ടും ഇതിനപ്പുറത്തോട്ടൊന്ന് പഠിക്കാൻ പറ്റുന്നത് മാത്രമല്ല പഠിച്ചതും കൂടി ഇവിടെ പ്രാവർത്തിച്ച് അല്ലെങ്കിൽ അതനുസരിച്ച് മുന്നോട്ട് പോകാൻ നിങ്ങൾ കാരണം സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ആത്മാവിൻ വിഷമം എന്ന് തിരിച്ചറിയണം. ഇതാണ് ഇതിന്റെ പ്രധാന ഘടകം.
അപ്പൊ നമ്മൾ എത്രത്തോളം നമ്മൾ ആത്മാവിനെ പഠിപ്പിച്ചെടുക്കുന്നു അതാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഇപ്പൊ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അകത്ത് ആത്മാവ് സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെയോ കാര്യങ്ങൾ എപ്പോഴൊക്കെയോ മനസ്സിലാക്കണമെന്നല്ലോ. ഭൗതിക ജീവിതത്തിൽ, ഭൗതിക തലത്തിൽ നിങ്ങൾ കാണുക, സ്കൂളിൽ നിന്ന് പഠിക്കുന്നു, അവിടെ നിന്ന് പഠിക്കുന്നു, പലത് കേൾക്കുന്നു, പലത് കാണുന്നു, ഇതെല്ലാം കണ്ട് ഇതിൽ നിന്ന് ശരി നിങ്ങൾ ചിലപ്പോൾ ഇത് കറക്റ്റ്, ഇത് കൊള്ളാം എന്ന് ചില സമയത്ത് നിങ്ങൾക്ക് തോന്നും. പക്ഷേ ഭൗതിക മനസ്സാണ്, അത് മറവി വരും, മറന്നുപോകും, മാഞ്ഞു പോണ സാധനവും. ഒരു 2 വർഷം 3 വർഷം കഴിയുമ്പോൾ നിങ്ങളിതങ്ങ് മറന്നുപോകും. പക്ഷെ അന്ന് പഠിച്ച സാധനം ഇത് കറക്റ്റ് എന്ന് നിങ്ങളുടെ ഉള്ളിൽ സ്ട്രൈക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ആത്മാവ് അത് എടുത്തു കഴിഞ്ഞു. ആത്മാവ് മറക്കൂല. നാളെ സമയത്ത് നിങ്ങൾക്കൊരു വിഷയമോ പ്രശ്നമോ വന്ന് നിങ്ങൾ ഇങ്ങനെ എന്ത് ചെയ്യണം എന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ നിങ്ങളുടെ ആത്മാവ് അകത്തിരുന്നും കൊണ്ട് ആ കഴിഞ്ഞ വർഷം അല്ലെ 2 വർഷം മുമ്പ് അല്ലെ അന്ന് നിങ്ങൾ മനസ്സിലാക്കിയ കാര്യം ആത്മാവ് അകത്തിരുന്നും കൊണ്ട് തോന്നൽ പോലെ അകത്ത് പറഞ്ഞു തരും. അപ്പൊ നിങ്ങൾക്ക് അന്നൊരു കാര്യം എനിക്കറിയാം, ഇത് ആത്മാവ് പറഞ്ഞു തരുന്നതാണ്. നിങ്ങൾ മറന്നുപോയി. നിങ്ങളുടെ ബോധമനസ്സിൽ നിന്ന് മാഞ്ഞുപോയി. ബോധമനസ്സ് എങ്ങനെയാണല്ലോ, കഴിഞ്ഞ് വരുന്നതോറും മാഞ്ഞു പോകും. പക്ഷെ ആത്മാവ് അത് പഠിച്ചു വെച്ചു. അതേപോലെ ഇപ്പൊ നിങ്ങൾ പഠിച്ചു വെക്കുന്ന പല കാര്യങ്ങളും, ഇപ്പൊ എന്നിലൂടെ ഈ മെസ്സേജും കാര്യങ്ങളെല്ലാം നിങ്ങൾ കേൾക്കുന്നത് പലതും കേട്ടുകൊണ്ടിരിക്കവേ നിങ്ങൾക്ക് സ്ട്രൈക്ക് ചെയ്യും. കൊള്ളാം, അടിപൊളി, സെറ്റപ്പ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ആത്മാവ് അത്ര എടുക്കും. നിങ്ങളങ്ങ് മറന്നുപോകും. നിങ്ങൾ ചിലപ്പോൾ വേറെ വല്ല വീഡിയോയിൽ കയറി വേറെ ആരെങ്കിലും ഇന്റർവ്യൂ കണ്ട് അതും കണ്ട് നിങ്ങളങ്ങ് പോകുമ്പോൾ എന്നിലൂടെ കേട്ട കാര്യം നിങ്ങളങ്ങ് മറന്നുപോകും. പക്ഷെ ആത്മാവ് ഓർത്ത് വെച്ചേക്കും. പക്ഷേ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങളിത് മറന്നുപോകുന്നത് കാരണം നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി ഇനി പല മണ്ടത്തരങ്ങളും ജീവിതത്തിൽ പിന്നെയും പറ്റി പോകും. കാരണം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് സ്ട്രൈക്ക് ചെയ്തു, നിങ്ങളത് എടുത്തു, കൊള്ളാം, ഇനി ഇങ്ങനെ മതി എന്നൊക്കെ തീരുമാനിച്ചു, നിങ്ങളങ്ങ് മറന്നുപോയി. പക്ഷെ ആത്മാവ് അത് ഓർത്ത് വെച്ചിട്ടുണ്ട്, അത് അകത്തിരിപ്പുണ്ട്. ആത്മാവ് മറക്കൂല. ആത്മാവ് എടുക്കേണ്ട ശരി എടുത്തു കഴിഞ്ഞു. ആത്മാവിനെ അറിയാം ഞാൻ ഈ പറയുന്ന കാര്യം ശരിയോ തെറ്റോ എന്ന്, അത് എടുത്തു കഴിഞ്ഞു. പക്ഷെ 1-2 വർഷം കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു 5 മാസം കഴിഞ്ഞ് നിങ്ങൾ ഇതങ്ങ് മറന്നുപോയിട്ട് നിങ്ങൾ എങ്ങനെയാണോ പണ്ട് ജീവിച്ചത്, എന്താണ് ശരി എന്ന് പറഞ്ഞ് ചെയ്തുകൊണ്ടിരുന്നത്, അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ കർമ്മഫലം നിങ്ങൾക്ക് അനുഭവിക്കേണ്ട ഗതിയിലേക്ക് നിങ്ങൾ പോകും. അപ്പൊ നിങ്ങൾ ടെൻഷൻ അടിക്കും. എന്തുകൊണ്ടാണ് ഈ പ്രശ്നം, എന്തായിരിക്കും എന്റെ പ്രശ്നം, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണെന്ന് പറഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവ് അന്ന് എന്നിൽ നിന്ന് കേട്ട കാര്യം നിങ്ങളുടെ മനസ്സിൽ പറഞ്ഞു തരും. അപ്പൊ നിങ്ങൾക്ക് തോന്നും എനിക്ക് ഓർമ്മ വന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നു. ഓർമ്മ വരുന്നതല്ല, ആത്മാവ് പറഞ്ഞു തരണയാണ്. ഞാൻ പറഞ്ഞില്ല, ഈ ആത്മാവ് മനസ്സ് ഇങ്ങനെ മിക്സായി കിടക്കുന്നത് കൊണ്ട് ഇത് തിരിച്ചറിയാൻ പാടായത് കൊണ്ടാണ് ഞാനിതിന് ലഘുവായിട്ട് ഇതിന്റെ ആ രീതിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും അന്ന് മറ്റേ സാർ അല്ലെ മറ്റേ അയാള് യൂട്യൂബിലൂടെ പറഞ്ഞ കാര്യം ഇപ്പൊ എനിക്ക് ഓർമ്മ വന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ അപ്പൊ കറക്റ്റ് ചെയ്യും. പക്ഷെ നിങ്ങൾ ഇപ്പോഴേ നിങ്ങളുടെ ബോധമനസ്സിൽ അത് പഠിച്ചു വെക്കുകയോ അല്ലെങ്കിൽ തലച്ചോറിൽ അത് ഫീഡ് ചെയ്യുകയോ ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴേ അത് പാലിച്ചു പോകും. അപ്പോൾ ഈ കർമ്മം തെറ്റൂല, അതിനുള്ള ഫലവും വരൂല. പക്ഷെ നിങ്ങളത് മറന്നിട്ട് നിങ്ങൾ പിന്നെയും എവിടെയെങ്കിലും തെറ്റിപ്പോയാൽ നിങ്ങൾ പേടിക്കണ്ട. എന്നിലൂടെ പറഞ്ഞ ഈ കേട്ട കാര്യങ്ങളെല്ലാം ആത്മാവ് ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നാളെ സമയത്ത് നിങ്ങളുടെ അകത്തിരുന്നുകൊണ്ട് ആത്മാവ് തന്നെ പറഞ്ഞു തരും. ഇനി നാളെ സമയം വേണ്ട. ഈ പ്രശ്നത്തിൽ എന്തെങ്കിലും പ്രശ്നം വന്നെന്ന് വെച്ചോ, എന്തെങ്കിലും വിഷയങ്ങൾ എപ്പോഴെങ്കിലൊക്കെ തടസ്സപ്പെട്ടെന്ന് വെച്ചോ, നിങ്ങൾ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ആത്മാവിനോട് ചോദിക്കണം എന്തായിരിക്കും ഇതിന്റെ കാരണം എന്ന്. നിങ്ങൾ ചോദിച്ചൊരു 5-10 മിനിറ്റ് ഇരുന്ന് ഒന്ന് ആ ഒരു ഹാഫ് മൈൻഡിലേക്ക് നിങ്ങൾ പോകുമ്പോൾ തന്നെ എന്റെ ഈ മെസ്സേജിലൂടെ കിട്ടിയ മറുപടി നിങ്ങൾ ആത്മാവ് പറഞ്ഞു തരും. അതിന് അധികം നാളൊന്നും വെയിറ്റ് ചെയ്ത് പോകണ്ട. ഇപ്പോഴേ നിങ്ങൾ ധ്യാനിച്ചിരുന്നാൽ തന്നെ ഈ കിട്ടിയ സത്യങ്ങൾ ആത്മാവ് നിങ്ങൾക്ക് പറഞ്ഞു തരും. കാരണം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ദൈവത്തിൽ നിന്നാണെന്നും ഇത് കറക്റ്റ് ആണെന്നും നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ നിങ്ങൾ ഇത് കേട്ടോണ്ടിരുന്ന സമയത്ത് ആത്മാവ് കറക്റ്റ് എന്ന് പല ആവർത്തി പറഞ്ഞു കഴിഞ്ഞു. ഈ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളെല്ലാം ആത്മാവ് ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് സമയാസമയം നിങ്ങൾക്ക് അത് ഓർപ്പിച്ചു തരും. ഇതിൽ മാറ്റമൊന്നുമില്ല. ഇങ്ങനെ ഓർപ്പിച്ച് നിങ്ങൾ ആത്മാവിലൂടെ അല്ലെങ്കിൽ ദൈവത്തിന്റെ ശരികളും ഈ പ്രപഞ്ച സത്യങ്ങളും നിങ്ങൾ തിരിച്ചറിഞ്ഞ് വരുന്നതനുസരിച്ച് നിങ്ങളുടെ ആത്മാവ് കൂടുതൽ പവർഫുൾ ആകുകയും നിങ്ങളെ കൊണ്ട് കൂടുതൽ സത്യങ്ങൾ അന്വേഷിപ്പിക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ പിന്നെ അതിനപ്പുറത്തുള്ള കാര്യങ്ങൾ അന്വേഷിക്കും, അത് പിന്നെയും ഗ്രഹിക്കും. ആത്മാവ് അതിനപ്പുറത്തോട്ട് സഞ്ചരിക്കും. ആത്മാവിന് മറ്റ് ഡയമെൻഷനിലോട്ടൊക്കെ സഞ്ചരിക്കാൻ പറ്റും. അവസാനം നിങ്ങളുടെ ജീവിതം ഒരു ലെവൽ കയറിയിട്ട് മറ്റ് അദൃശ്യ ശക്തികളിലോട്ട് ഒന്നും പോകാതെ ഒരു മതത്തിന്റെ ഒരു ചടങ്ങിലും നിങ്ങൾക്ക് താല്പര്യം വരാത്ത രീതിയിൽ ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥ അനുസരിച്ച് ഇതെല്ലാം ചെയ്യും. ഇപ്പം ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥകളാണ് പല മതങ്ങളിലും പലതായിട്ട് സ്പ്ലിറ്റ് ആയിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇത് മതത്തിന്റെ ചടങ്ങെന്ന് പറഞ്ഞ് ചെയ്യാതെ ഉള്ളിൽ നിന്ന് ആത്മാർത്ഥമായിട്ട് എനിക്കിത് ചെയ്യണം എന്നും പറഞ്ഞ് നമ്മളത് ചെയ്തു തുടങ്ങും. അതിന് മതമോ ഒന്നുകൂടെ വിഷയമല്ല. അങ്ങനെ നിങ്ങളുടെ ഉള്ളിൽ തട്ടി ഉള്ളിൽ നിന്ന് എനിക്കിത് ചെയ്യും. ഉദാഹരണത്തിന് രാവിലെ ഉറക്കൊഴിക്കണം, സൂര്യോദയത്തിന് മുമ്പ് ഉറക്കൊഴിക്കണം. മതത്തിൽ കർശനമാണ്. ഇപ്പം മുസ്ലിം മതത്തിലേക്കാണെങ്കിൽ രാവിലത്തെ നിസ്കാരം ചെയ്തിരിക്കണം എന്നൊക്കെ നിയമമുണ്ട്. എന്തിനാണ്? അറിഞ്ഞവൻ ചെയ്യുന്നില്ല, അപ്പൊ വിരട്ടി ചെയ്യിപ്പിക്കുന്നു. അങ്ങനെയാണ്. പക്ഷെ നിങ്ങൾ ആത്മീയ വളർന്നു കഴിഞ്ഞാൽ, ഒരു ലെവൽ കഴിഞ്ഞാൽ നിങ്ങൾ സ്വാഭാവികമായിട്ടും ആ സമയത്തിനകം നിങ്ങൾ ആത്മാവ് നിങ്ങളെ വിളിച്ചുണർത്തിയിരിക്കും. നിങ്ങൾ അപ്പോൾ ഉണർന്നിരിക്കും. അതേസമയം നമ്മള്
ആത്മാവിന്റെ സഹായമില്ലാതെ അലാറം വെച്ചോ ദൈവഭയത്താലോ അല്ലെ മതത്തെ പേടിച്ചോ നിങ്ങൾ ഉണർന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഉണർന്നേ ഉള്ളൂ. നിങ്ങൾ ചിലപ്പോൾ ഇരുന്നുറങ്ങും, നിന്നുറങ്ങും, നടന്നുറങ്ങും ഒക്കെ. കാര്യം നിങ്ങളുടെ മനസ്സ് അല്ലെ നിങ്ങളുടെ ആത്മാവ് അതിന് തയ്യാറായിട്ടില്ല. നിങ്ങൾ പേടിച്ചാണ് ഈ കാര്യം ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾ ആത്മീയമായി വളർന്ന് ഈ ദൈവിക രഹസ്യങ്ങൾ അറിഞ്ഞറിഞ്ഞ് ആത്മാവിനെ വളർത്തി ആത്മാവ് പവർഫുൾ ആക്കിയാൽ നിങ്ങളെ സമയാസമയ ഇതെല്ലാം ഓർമ്മിപ്പിച്ചിരിക്കും. ഇപ്പൊ മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങളിപ്പോ എവിടെയെങ്കിലും പോകണം, നാളെ രാവിലെ ഒരു 5 മണിക്ക് അല്ലെങ്കിൽ 4 മണിക്ക് അല്ലെങ്കിൽ 3 മണിക്ക് നിങ്ങൾക്ക് ട്രെയിനിൽ അവിടെ റെയിൽവേ സ്റ്റേഷനിൽ എത്തണം. അപ്പോൾ ഒരു 2 മണിക്ക് 2:30 മണിക്കെങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങണം. അല്ലെങ്കിൽ ഒരു 5 മണിക്കെങ്കിലും ആ റെയിൽവേ സ്റ്റേഷനിൽ എത്തണം. ഒരു 4:30 മണിക്കെങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങണം. അങ്ങനെ ഇറങ്ങണം, നിങ്ങൾക്ക് ഒരു 4 മണിക്കെങ്കിലും ഉറക്കൊഴിക്കണം. ഇതെല്ലാം നിങ്ങൾ പ്ലാൻ ചെയ്യുകയാണ്. നിങ്ങൾ തലേ ദിവസം വരെ അലാറം വെച്ചാൽ പോലും ഉണരാത്ത നിങ്ങൾ പിറ്റേ ദിവസം ആ റെയിൽവേ സ്റ്റേഷനിൽ അല്ലെങ്കിൽ ആ ദൂരയാത്രയ്ക്ക് പോണതിന് മുമ്പ് നിങ്ങൾ അലാറം വെക്കണതിന്റെ മുന്നമേ നിങ്ങൾ ആത്മാവ് പവർഫുൾ ആണെങ്കിൽ നിങ്ങളെ വിളിച്ചുണർത്തിയിരിക്കും. തന്നെ നിങ്ങൾ ഉണർന്നതിന് ശേഷമേ നിങ്ങൾ അലാറം അടിക്കുന്നത് കേൾക്കുള്ളൂ. കാരണം ആത്മാവ് തലേദിവസം നിങ്ങൾ പ്ലാൻ ചെയ്യണമെന്നില്ല, ആത്മാവ് കേട്ട് വെച്ചു. സമയമായപ്പോൾ ആത്മാവ് നിങ്ങളെ ഉണർത്തി. അതായത് ഇതാണ് വേണം ചെയ്യണം എന്ന് പറഞ്ഞ് ആത്മാവ് നിങ്ങളെ ഉണർത്തുന്നു. അപ്പൊ ഇതാണ് നിങ്ങളെ സഹായിക്കുന്നത്. അപ്പൊ നിങ്ങൾ അലാറം വെച്ചിട്ടുണ്ട്, പക്ഷേ അതിന് 2 ദിവസത്തിന് മുമ്പ് അല്ലെങ്കിൽ തലേ ദിവസമേ നിങ്ങൾ 5 മണിക്ക് കഴിക്കണം എന്ന് പറഞ്ഞ് അലാറം വെച്ചാൽ പോലും വേണം വേണ്ടത് ഉറങ്ങി തൂങ്ങിയായിരിക്കും നിങ്ങൾ ഇരിക്കുന്നത്. പക്ഷെ ഇവിടെ ഇങ്ങനൊരു യാത്രയുണ്ട് എന്ന് പറയുമ്പം നിങ്ങളുടെ ആത്മാവ് അവിടെ പവർഫുൾ ആയിട്ട് അത് ആ ജോലി ഏറ്റെടുത്തിട്ട് നിങ്ങൾ ആത്മാവാണ് പിറ്റേ ദിവസം രാവിലെ അലാറത്തിന് മുന്നമേ നിങ്ങൾ വിളിച്ചുണർത്തുന്നത്. അപ്പൊ ഇതേപോലെ ആത്മാവ് എത്രത്തോളം പവർഫുൾ ആവോ അത്രത്തോളം ദൈവത്തിന്റെ നിയമങ്ങൾ, ഈ മതത്തിൽ ചടങ്ങ് പോലെ ചെയ്തുകൊണ്ടിരിക്കുന്ന നിയമങ്ങൾ ആത്മാവ് മനസ്സിലൂടെ ആത്മാർത്ഥമായി ചെയ്യാനായി നിങ്ങളെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ എത്രത്തോളം നിങ്ങൾ ആത്മാവിനെ പവർഫുൾ ആക്കുവോ, അറിവുകൾ കൊടുക്കുവോ, ശരികൾ ചെയ്തു കൊടുക്കുവോ, നിങ്ങൾ പോസിറ്റീവായി ജീവിച്ചു കൊടുക്കുവോ, അത്രത്തോളം നിങ്ങൾ ആത്മാവ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. വേണ്ടടത്ത് വേണ്ടെന്ന് പറഞ്ഞു തരും, ചെയ്യേണ്ടടുത്ത് ചെയ്യുന്ന പ്രേരിപ്പിക്കും, എഴിക്കേണ്ട സമയത്ത് എഴിപ്പിച്ചിരിക്കും, ആഹാരത്തിന് മിതം വരുത്തിക്കും, കാമത്തിന് മിതം എല്ലാം ആത്മാവ് സമയം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പ്രേരിപ്പിച്ച് നിങ്ങളെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചിരിക്കും. ഓക്കെ, ഇനി അടുത്ത ചില കാര്യങ്ങളൊക്കെ അടുത്തത്.